ഹലോ ചങ്ങായിമാരെ, ഈ സൈറ്റിൽ വയറുവലിയാണ് കേട്ടോ തുടങ്ങാനുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ജംഗ്ഷൻ തുറക്കലും സ്വിച്ച് ബോർഡ് ക്ലീനിങ്ങുമാണ്. അത് ഏകദേശം ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റിസ്ക് ഉള്ള സ്ഥലത്താണ് കേട്ടോ തുറക്കാനുള്ളത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരണ്ടേ. പൈപ്പിങ്ങിൻ്റെ സമയത്തേ മാസ്കിൻ്റെ പൊട്ടിച്ചാണ് കേട്ടോ ഞങ്ങൾ ബോക്സൊക്കെ വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ആണ്, കണ്ടില്ല നിങ്ങൾ. ഇനി റിസ്ക് ഏരിയയിലാണ് കേട്ടോ ജംഗ്ഷൻ തുറക്കൽ. നിങ്ങളെയൊക്കെ പ്രാർത്ഥന വേണം കേട്ടോ. ഒരു വീട് മനോഹരമാക്കാനേ ഒരു വയറിങ്ങുകാരന് എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഈ സൈറ്റിൽ വി ഗാർഡിൻ്റെ വയറാണ് കേട്ടോ ഞങ്ങൾ വലിക്കണത്. അത്യാവശ്യം നല്ല സ്മൂത്തിങ്ങും നല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള വയറാണ് വി ഗാർഡിൻ്റെ വയർ കേട്ടോ. എത്ര ചെറിയ അടുപ്പാണെങ്കിലും 3 കല്ല് വേണമെന്ന് പറഞ്ഞ മാതിരി ഈ വയറ് വലിക്കണമെങ്കിൽ 2 ആളില്ലാതെ കഴിയൂല കേട്ടോ. സാധാരണ കൈത്തൊഴിലൊക്കെ പഠിച്ചിന മാതിരി ഈ വയറിങ്ങൊക്കെ പഠിച്ചാൻ പറ്റുമോ? ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്താ അറിയോ? പഠിക്കാൻ കഴിയും, പക്ഷെ ഒരുപാട് സമയം നമുക്കതുമ്പോൾ പോകും. 4-5 കൊല്ലം നമ്മളിതിൻ്റെ പിന്നാലെ ശിഷ്യനായിട്ട് നടന്നാൽ നമുക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടും. എന്നാൽ പോലും മുഴുവൻ പണി നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം നിങ്ങൾ പണിക്കിറങ്ങരുത്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ ITIയിലൊക്കെ പോയിട്ട് ലൈസൻസ് എടുക്കണം. അപ്പോൾ ഒരുപാട് തിയറിക്കൽ പരമായിട്ടുള്ള അറിവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ പ്രാക്ടിക്കലും നമുക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും. എന്നിട്ട് ഈ പണിക്കിറങ്ങി നോക്കി, അതിൻ്റെ റിസൾട്ട് വേറെ കാര്യം. 1 കൊല്ലം കൊണ്ട് നമ്മൾ മെയിൻ പണിക്കാരനാവും. അതിൻ്റെ അനുഭവം കൊണ്ട് പറയാം കേട്ടോ. ഇതൊരു കൂലിപ്പണി മട്ടത്തിൽ നിങ്ങൾ കാണരുത് കേട്ടോ. ഇതൊരു ടെക്നിക്കൽ വർക്കും കൂടിയാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കോളണമെന്നുണ്ടാവില്ല. അതിന് പറ്റിയ ആൾക്കാർ ഈ പണി പഠിച്ചോ. അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് എടുക്കാതെ നാട്ടിൽ പണി എടുക്കാമെന്ന് കരുതി ആരും വരണ്ട കേട്ടോ. അതൊന്നും ഇപ്പം നടക്കില്ല. ഒരുപാട് നിയമപ്രശ്നങ്ങൾ അതിലൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഓരോ വീഡിയോ ചെയ്യണത്. അപ്പോൾ മറക്കല്ലേ കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കളി. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ ഫോണിലേക്ക് ഇങ്ങനെ എത്തിക്കോളും. ഓക്കെ.